ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് തന്നെയാണോ സത്യം എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ഇന്നലെ ഒരു ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോ കാണാനിടയായിട്ടുണ്ട്. വിജിൻ രാജ് അഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമൻസും അതുമായി ബന്ധപ്പെട്ട് ഞാൻ സെർച്ച് ചെയ്ത് പോയി ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു കേരളത്തിലൊരു ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, ഒരു സ്ത്രീ സംരംഭകയാണ് അതിൻ്റെ മുതലാളി എന്ന് പറയുന്നത്. പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. VRS കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്. അപ്പോൾ അവർ ഒരു 2 ഇയേഴ്സ് മുന്നേ എറണാകുളത്ത് അവർക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. വലിയ വിലക്കുറവിൽ കൊടുത്തൊരു സ്ഥാപനമൊന്നുമല്ല, ഒരു സ്ഥാപനം, അത്യാവശ്യം റൺ ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ഥാപനം. അവർ അത്ര പച്ച പിടിച്ചില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ ഒലീവിയ ആയിട്ട് ഇവർക്ക് എന്തോ ഇന്നർ കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താന്ന് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, അവര് എന്തോ കാരണം കൊണ്ട് അവർക്ക് ബിസിനസ് സക്സസ് ആവാൻ പറ്റിയില്ല. അവർ പിന്നെ ഗുജറാത്തിലോ സൂറത്തിലോ എവിടെ പോയി ബിസിനസ് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഇവർ ബൾക്കായിട്ട് ക്ലോത്ത് കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അവർ നമ്മുടെ എറണാകുളം സിറ്റിയിൽ വലിയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇനാഗ്രേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഒരു മുതലാളിൻ്റെ മൈൻഡിൽ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓൺലൈൻ ബിസിനസ്സാണ് നമ്മുടെ ഒലീവിയ. അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഒലീവിയ ഡിസൈൻസ് തുണി എത്തിക്കുന്നത്. അപ്പോൾ അതിനെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ, ഒലീവിയ ഡിസൈൻസിനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു സ്ഥാപനത്തിന് VRS കുർത്തീസ് പോലുള്ള ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ വളർന്നു വരാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ പറ്റുള്ളൂ. ഈ ഒരു ആശയത്തിന്റെ പുറത്താണോ ഒലിവിയ ഡിസൈൻസിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നതെന്ന് ഞാൻ പിന്നെയും ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഒലിവിയ ഡിസൈൻസിനെ വെളുപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. ഒലിവിയ ഡിസൈൻസിന്റെ ഭാഗത്ത് 100% മിസ്റ്റേക്കുകളുണ്ട്. സ്റ്റാഫിനോട് കാണിച്ചതും അതുപോലെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ അപ്പൂസ് വ്ലോഗ് പോലുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ കാണിച്ചത് ഒരുമാതിരി ശുദ്ധ തെമ്മാടത്തിനാണ്. അത് ഞാൻ 100% ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. അവര് ഫോൺ പിടിച്ചു വെച്ചത്, ഫൈൻ വാങ്ങിച്ചത്, അതുപോലെ സാലറി കറക്റ്റ് കൊടുക്കാത്തത്, പിന്നെ ഹോസ്റ്റൽ പരമായിട്ടുള്ള ഇഷ്യൂ, പിന്നെ സെക്ഷൽ അബ്യൂസ്, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒലീവിയന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കുകളാണ്. അപ്പൊ ആ മിസ്റ്റേക്കുകൾ ഉള്ള സമയത്ത് തന്നെ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരു ഫേമസ് ആയിട്ട് വളർന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്രാൻഡ്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് തെളിയാനുണ്ട്. ഞാൻ ഇതിന്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ എന്നാലും അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എത്ര ആൾക്കാർ കാണുന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഭയങ്കര റീച്ച് കുറവുള്ള ചാനലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം സംശയമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ ഈ ഒരു VRS കുർത്തീസ് എന്ന് പറയുന്ന ഈ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഓണറുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജിൻ രാജ് അഞ്ചൽ എന്ന് പറഞ്ഞ വേറൊരു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അന്ന് ഷെഫീന ബീവി എന്ന് പറയുന്ന ലേഡിയും അതുപോലെ കുട്ടികളും പോയിട്ട് ഒരു കൂവിയ സംഭവമുണ്ട്. അതായത് ഒലിവിയ ഡിസൈൻസിന്റെ വീടിന്റെ പുറത്ത് വന്നിട്ട് കൂവിയ ഒരു സംഭവം. ആ ഇഷ്യൂ നടക്കുന്ന സെയിം ദിവസം തന്നെ ഈ VRS കുർത്തീസിന്റെ ഓണർ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, യൂട്യൂബിനകത്തുണ്ട്. അവര് ആ കുട്ടികൾ കൂവിയ ഇഷ്യൂ നടക്കുന്ന അതേ സമയം, അതേ മൊമെന്റിൽ, അതേ ടൈമിൽ ഈ ഒലിവിയ ഡിസൈൻസിന്റെ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. മീൻസ് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. കാറിൽ നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്ത ഭാഗങ്ങളുണ്ട്. അത് ഞാനിവിടെ കാണിക്കാം, നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപ്പറ്റി ഈ ഓണറിനോട് ചോദിച്ചപ്പോൾ, VRS കുർത്തീസിന്റെ ഓണറിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ടായിരുന്നു. അതിലാണ് എനിക്ക് എന്തോ കള്ളത്തരുണ്ടെന്ന് മനസ്സിലായത്. അത് ഞാൻ പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഭയങ്കര അഹങ്കാരത്തിലാണ് ഈ ലേഡി സംസാരിക്കുന്നത് കേട്ടോ. ഒരു എളിമയില്ലാതെ ഭയങ്കര അഹങ്കാരത്തിലാണ് ഈ ഒരു VRS കുർത്തീസിന്റെ ഓണർ എന്ന് പറഞ്ഞ ലേഡി സംസാരിക്കുന്നത്. ഞാൻ അന്ന് പത്തനംതിട്ട പോകുന്ന വഴിക്ക് ഈ അടൂരിലുള്ള ഈ ഒലിവിയ ഡിസൈൻസിന്റെ വീടും വെച്ചാൽ ഭയങ്കര ഒരു മണിമാളികയാണല്ലോ. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴി പാസ് ചെയ്ത് പോയതെന്നാണ് ഈ ലേഡി എന്നോട് പറഞ്ഞ മറുപടി. അപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് മനസ്സിലായത്. എന്തിനാണ് ഈ ലേഡി അന്ന് ആ വഴിക്ക് പോയത്, എന്തിനാണ് ആ സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തോ ഒരു കള്ളത്തരമില്ലേ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒലീവിയന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഒലീവിയ എന്ന സ്ഥാപനത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റൊരു സ്ഥാപനം ഇതിന്റെ ബാക്കിൽ ചരട് വലിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഇപ്പൊ എല്ലാവർക്കും ഉറപ്പായിട്ടില്ലേ. അല്ലാതെ ചോറ് തിന്നുന്നവനാണോ മനസ്സിലാവും,
അന്ന് ആ ലേഡി അവിടെ പോകണമെങ്കിൽ, ഒലിവിയ ഡിസൈൻസിന്റെ വീടിന് മുന്നിൽ പോകണമെങ്കിൽ ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ ഇല്ലയോ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട്, കൺമണിയും ഷഫീന താത്തയൊക്കെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബ്രാൻഡിന്റെ ഓണറിന്റെ കൂടെയാണോ, അവരുടെ കൂട്ടാളികളാണോ, ഇവരൊക്കെ ഒരു സംഘമാണോ, മാഫിയ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ പറയാൻ തെളിവുകളൊന്നുമില്ല, എൻ്റെ കയ്യിൽ കാണിക്കാൻ തെളിവുകളുമില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മേ ബി ആയിരിക്കാം, അല്ലായിരിക്കാം. ഈ വിജിൻരാജ് അഞ്ചൽ എന്ന് പറയുന്ന ചേട്ടൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വിജിൻരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അതിനകത്ത് പുള്ളി എല്ലാ തെളിവുകളും അടക്കം പറയുന്നുണ്ട്. അതുപോലെ കൺമണിക്ക് ഇതിനകത്ത് എന്താ ലാഭം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, മുന്നേ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ജസ്റ്റ് 2 ദിവസം ട്രെയിനിങ്ങിന് പോയി, എന്നിട്ട് അവിടുത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ കമൻസിലൂടെ വന്നു. മേ ബി എന്താ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നല്ല. അപ്പൊ അവരെയൊക്കെ കൂട്ടുപിടുത്തി, അപ്പൊ സാഹചര്യത്തെ മുതലെടുക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോ ഒലിവിയന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കുകളൊക്കെ ഒലിവിയ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ തിരുത്താം, ഞങ്ങൾ കുട്ടികൾക്ക് പൈസ കൊടുക്കാം, ഫോൺ പിടിച്ചു വെച്ചാൽ തിരിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബാധിക്കപ്പെട്ട കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ സമരം ഇതൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ നമ്മൾ നിയമപരമായി നീങ്ങുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ വഴി കൂടി പോലീസുകാരോ അതുപോലെ കോടതിയൊക്കെ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് അത് വാങ്ങിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ബാധിക്കപ്പെട്ട കുട്ടികളും ചെയ്യേണ്ടിയിരുന്ന കാര്യം. ഒലിവിയ ഡിസൈൻസ് അവർ തെറ്റു പറ്റിയിട്ടുണ്ട്, അത് ഓക്കെ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാം, ഞങ്ങൾ പരിഹാരം കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, ചില ആൾക്കാർ അതല്ല അവർക്ക് വേണ്ടത്. അവർക്ക് വേണ്ടത് വേറെന്തുവാണ്, ഒരു സ്ഥാപനത്തിനെ പൂർണ്ണമായും വേരോടെ പിഴുതു കളഞ്ഞ് മറ്റൊരു സ്ഥാപനത്തിന് അവിടെ വളരാനുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇതാണോ നടന്നതെന്ന് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നോക്കിയാൽ മനസ്സിലാവും. VRS കുർത്തീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ഈ ഒലിവിയനെ പോലെ വലിയ വിലക്കുറവിലൊന്നുമല്ല കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ സ്ത്രീ VRS കുർത്തീസിന്റെ ഈ ഒരു സ്ത്രീ 2-3 ദിവസങ്ങളായി ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ എനിക്ക് എല്ലാം ക്രോഡീകരിച്ച് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. സംഭവം ഇത്രയാണ്. ഈ ഒരു ലേഡി അതുപോലെ ഒലിവിയ ഡിസൈൻസുമായിട്ട് മുൻപരിചയമുണ്ട്. അപ്പോൾ ഈ ഒലിവിയ ഡിസൈൻസിൽ VRS കുർത്തീസിൽ വർക്ക് ചെയ്തിട്ടുള്ള സൗമ്യ നവാസ് എന്ന് പറഞ്ഞ ഒരു ലേഡി, VRS കുർത്തീസിന്റെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു എല്ലാം നോക്കി നടന്നു, ലൈക്ക് ഒരു മാനേജർ പോലെ ആയിരുന്നു. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെയാണോ കറക്റ്റ് എന്ന് എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സൗമ്യ നവാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ബൾക്കായിട്ട് നമ്മുടെ ഒലിവിയ ഡിസൈൻസിൽ സിബി സാറ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നു. ബൾക്കായിട്ട് ഡ്രസ്സ് ഐറ്റംസ് എടുക്കാൻ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഈ സ്റ്റാഫിനെ അവിടെ നിന്ന് ചാടിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ബിസിനസ് തുടങ്ങിക്കൂടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും സൗമ്യ നവാസിനെ ഒലിവിയ ഡിസൈൻസ് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. പിന്നെ അവരുടെ സ്ഥാപനം വളർത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ VRS ഡിസൈൻസ് ഇവിടെ ഡൗൺ ആയി വന്നു. അപ്പോൾ മേ ബി അതിൻ്റെ പുറത്തുണ്ടായ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ VRS കുർത്തീസ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒലിവിയ ഡിസൈൻസ് കാരണമാണ് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. ഒലിവിയ ഡിസൈൻസ് ഇത്രയും റേറ്റ് കുറച്ച് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരെ പോലെയുള്ള VRS കുർത്തീസിനെ പോലെയുള്ള ബാക്കിയുള്ള ബ്രാൻഡുകൾക്ക് കേരളത്തിൽ വളർന്നു വരാൻ പറ്റാത്തത്. ഒലിവിയ ഡിസൈൻസിന് മാത്രം വളർന്നാൽ മതിയോ, അതുകൊണ്ട് തന്നെ അങ്ങനെ വളരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവരോട് ദേഷ്യം ഉണ്ടെന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. എനിക്കറിയില്ല ഇതിനെ സംബന്ധിച്ച്. എന്തായാലും നിങ്ങൾ കാണുന്ന പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക. ഒലിവിയ ഡിസൈൻസിന്റെ ഭാഗത്ത് 100% തെറ്റുണ്ട്, സമ്മതിച്ചു. അവരത് അക്സെപ്റ്റ് ചെയ്ത് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും അതിന് പരിഹാരം കാണാതെ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ നിൽക്കാതെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഒലിവിയ ഡിസൈൻസ് ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് അത് സ്വീകരിക്കാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടത് വേറൊരു കാര്യമാണ്, ഒലിവിയനെ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നൊരു ദുരുദ്ദേശത്തോടു കൂടി ചില ആൾക്കാർ ബാക്കി കൂടി ചരട് വലിക്കുന്നുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. അതിന് മുന്നിട്ടിറങ്ങാൻ കുറച്ച് ആൾക്കാരും
എല്ലാ യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, കുറച്ച് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ള കുട്ടികളെ കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള 2-3 യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇതിനകത്ത് എന്താണ് ലാഭം? ഇവരുടെ ഈ ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പല പല സ്ഥലങ്ങളിൽ വരുന്ന കുട്ടികളാണ്. ഇവരിപ്പം 2-3 പ്രാവശ്യമായി വരുന്നു. ഇതിനൊക്കെയുള്ള ഫണ്ട് ആരാണ് കൊടുക്കുന്നത്? ചിന്തിക്കണ്ടേ? സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ യൂട്യൂബേഴ്സ് ചെലവാക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിനൊക്കെയുള്ള ഫണ്ട് ആരാണ് കൊടുക്കുന്നത്? ചിന്തിച്ച് നോക്കിക്കെന്ന്. അപ്പോ സത്യം എന്തായാലും പുറത്തു വരട്ടെ, എന്താണ് ഇതിന്റെ പുറകിൽ നടക്കുന്ന കളികളെന്ന്. 2-3 യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സത്യം പറയുന്നവരൊക്കെ നിങ്ങൾ ഒലീവിയന്റെ ആൾക്കാരാണോ, ഒലീവിയ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയും, എനിക്ക് ആരും പൈസ തന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമല്ല. എനിക്ക് സത്യം എന്ന് തോന്നിയ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ എന്റെ ചാനൽ നോക്കിക്കഴിയാൻ മനസ്സിലാവും. ഒരു കുഞ്ഞു ചാനലാണ്, എത്ര ആൾക്കാർ കാണുന്ന പോലെ എനിക്കറിയില്ല. എന്നാലും ഉള്ള കാണുന്ന ആൾക്കാരെങ്കിലും സത്യം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. ഒലിവിയ ഡിസൈൻസിന് നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇനിയുള്ള ബിസിനസ്സിലെങ്കിലും നിങ്ങൾക്ക് മണ്ടത്തിൽ നമ്മൾ കാണിച്ചു വെക്കരുത്. സ്റ്റാഫിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പക്ഷെ അതിന്റെ പുറകെ നമ്മൾ ചതിച്ചു നേടിയൊന്നും നമുക്ക് ഒരുപാട് കാലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.